മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരായ മരമുറി പരാതിക്ക് പിന്നാലെ ക്യാമ്പ് ഓഫീസിൽ അനധികൃതമായി ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചതായി ആരോപണം. SP ഓഫീസിൽ കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച മെറ്റലും സിമന്റും വകമാറ്റി ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചെന്നാണ് നിലമ്പൂരിലെ നഗരസഭാംഗമായ ഇടത് കൗൺസിലറായ ഇസ്മായിൽ വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പരാതി അട്ടിമറിച്ചെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും ഇസ്മായിൽ ആവശ്യപ്പെട്ടു. PV അൻവർ പുറത്തുവിട്ട ശബ്ദരേഖ വിവാദമായതിനു പിന്നാലെയാണ് സുജിത് ദാസിനെതിരായ കൂടുതൽ അഴിമതി ആരോപണങ്ങൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇടത് കൗൺസിലറായ ഇസ്മായിൽ സുജിത് ദാസിനെതിരെ വിജിലൻസിന് പരാതി നൽകിയത്. SP ഓഫീസിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച മെറ്റലും സിമന്റും വകമാറ്റി SP ക്യാമ്പ് ഓഫീസിൽ ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചെന്നായിരുന്നു ആരോപണം. ഇതിനാവശ്യമായ നെറ്റ് പൊന്നാനി ഹാർബറിൽ നിന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ചു. അതെടുക്കാൻ പോലീസ് ജീപ്പ് വിട്ടെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നൽകിയ പരാതിയിൽ തന്റെ മൊഴി പോലും എടുക്കാതെ കേസ് വിജിലൻസ് അട്ടിമറിച്ചെന്ന് ഇസ്മായിൽ ആരോപിച്ചു. ഞാൻ അന്നേ പറഞ്ഞാണ് അന്വേഷണം നല്ല രീതിയിൽ പോകണമെന്ന്. പക്ഷെ അവരിത് എങ്ങനെയാണ് ഒതുക്കേണ്ടത് ആ രീതിയിലാണ് ഒതുക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് സുജിത് ദാസ് ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ചത്. പരാതിയിൽ പുനരന്വേഷണം നടത്തണമെന്ന് ഇസ്മായിൽ ആവശ്യപ്പെട്ടു. അല്ല, ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ ഉറച്ചിരിക്കുകയാണ്. ആ പരാതി പുനഃപരിശോധിച്ച് അന്വേഷണം നടത്താൻ ഞാൻ പറയുന്നത്. കറക്റ്റ് ഓരോ വിവരങ്ങളുണ്ട്. അവരെന്നെ വിളിക്കട്ടെ, അന്വേഷണ കമ്മീഷൻ വിളിക്കട്ടെ, അവർ മുമ്പിൽ ഹാജരാകാത്ത തെളിവുകൾ നമ്മൾ കൊടുക്കുക. അതേസമയം സുജിത് ദാസിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. റിപ്പോർട്ടർ, മലപ്പുറം.